എന്താണ് ഇപ്പൊ വിഴിഞ്ഞം പ്രോജക്ട് എവിടെയാ നിൽക്കുന്നത്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഓ നിൽക്കാലോ. നിങ്ങൾ വരുന്ന വഴിയിലെല്ലാം കണ്ടു എന്ന് വിചാരിക്കുന്നു ഈ ഒരു വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ. അപ്പം എങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നിപ്പോ കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്നുള്ളത് എന്തുകൊണ്ടാണ് കേരളത്തിന്റെ അഭിമാനം, ഇന്ത്യയുടെ അഭിമാനം എന്നൊക്കെ നമ്മൾ പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ കാണുന്ന ഇത്രയും ബൃഹത്തായിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ വക നൽകുന്ന ഒന്നാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇന്ന് നമ്മൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ 1ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി അതിന്റെ വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഉടനടി തന്നെ നമുക്ക് 2ാം ഘട്ടം ശേഷി വർദ്ധിപ്പിക്കലും ആരംഭിക്കാനായിട്ടാകും എന്നുള്ള ഒരു ശുഭവാർത്ത കൂടി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് അതിന്റെ എന്നത്തേക്ക് തുടങ്ങാൻ പറ്റും? പാരിസ്ഥിതിക അനുമതി നമുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ നിയമപരമായിട്ടുള്ള ഒരു 30 ദിവസത്തെ ഒരു പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീർച്ചയായിട്ടും 2ാം ഘട്ടം അപ്പോൾ ഈ വർഷം തന്നെ നമുക്ക് എന്തായാലും ആരംഭിക്കാൻ സാധിക്കും. ഇനി 1-2 മാസത്തിനുള്ളിൽ നമ്മൾ അടുത്ത ശേഷി വർദ്ധിപ്പിക്കലും കൂടി ആരംഭിക്കും എന്നുള്ളതാണ്. നല്ല കാര്യം. നമ്മളൊരു യാത്രയിലാണ്. നമ്മൾ ഡോക്ടർ ദിവ്യ എസ് ഐ പറഞ്ഞതുപോലെ നമുക്ക് വെളിയിലോട്ട് നടന്നല്ലോ. അതായത് നമ്മൾ 30 ദിവസം 14 ജില്ലകൾ. അപ്പൊ മാത്രമല്ല മുഖ്യമന്ത്രിയായിട്ട് നമ്മളൊരു അഭിമുഖം നടത്തിയിരുന്നത് വളരെ അതായത് നിശ്ചിതമായ ഒരു നിലപാട് എടുത്തിട്ടുണ്ട്. മാത്രമല്ല നമ്മളൊരു സ്റ്റഡി റിപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ നമ്മുടെ കൂടെ ഒരു സംഘം ഗവേഷകരും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് നടത്തിയിട്ട് സയന്റിഫിക്കലി ലീഗലി ഒക്കെ വെറ്റ് ചെയ്ത് നമ്മൾ മുഖ്യമന്ത്രി സമർപ്പിക്കുന്നത്. മാത്രമല്ല എന്റെ ഒരു ആഗ്രഹം ചടുലമായ ഒരു നീക്കം ഉണ്ടായാലും ഇപ്പൊ പ്രതിപക്ഷ വി ഡി സതീശൻ രാവിലെ സംസാരിച്ചു. അപ്പൊ ചടുലമായ നീക്കം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന ഈ മാരകമായ ലഹരി സംഭവം ചിലപ്പോൾ 30 നമ്മുടെ ഇത് അവസാനിപ്പിക്കുന്ന മുമ്പ് തന്നെ 30 ദിവസത്തിനുള്ളിൽ അമർച്ചയാൻ പറ്റും. നമ്മുടെ കേരള പോലീസിന് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് കുറച്ച് ആൾക്കാരുണ്ട് ഈ ഉറവിടം കണ്ടെടുത്തിയാൽ മതി. ഉറവിടമാണല്ലോ കുട്ടികളെ നശിപ്പിക്കുന്നത്. അത് മാത്രം മതി എന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ അതെ, നമുക്ക് 2 രീതിയിലും അതിനെ നോക്കിക്കാണണം എന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന്, തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിലുള്ള ഒരു അധോലോകം എന്ന് പറയുന്ന ഒരു റാക്കറ്റ് ഉള്ളത് നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും അതിനെ ഉടച്ചേ സാധിക്കൂ. പക്ഷെ ആ ഒരു നിയമപരമായിട്ടുള്ള ആ ഒരു പോരാട്ടം എന്നുള്ളതിലുപരിയായിട്ട് നമുക്ക് സാംസ്കാരികമായിട്ടും നമ്മുടെ ജീവിതചര്യയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ നമ്മൾ തീർച്ചയായിട്ടും നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ ആ രീതിയിൽ നയിക്കുക എന്നുള്ളതും അതിൽ പ്രധാനമാണ്. അപ്പോൾ നമ്മളിത് കുട്ടികളുടെ മാത്രം ഒരു പ്രശ്നമായിട്ട് ഒതുക്കി കാണാനും പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മളെല്ലാവരും കൂടി ചേരുന്ന ഒരു സമൂഹമാണ് ശരിക്കും ഇതിന് ഉത്തരവാദികളായിട്ട് ഇന്ന് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും സാങ്കേതിക വിദ്യയുടെയൊക്കെ ഒരു വലിയൊരു സഹായം ഇതിനു വേണ്ടി ആവശ്യം വരും എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ലഹരിയുടെ പോരാട്ടത്തിനായാലും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഭാരതത്തിൽ തന്നെ ആദ്യമായിട്ട് നമ്മൾ ഭാരതത്തിൽ ഡെവലപ്പ് ചെയ്തെടുത്ത ഏറ്റവും വലിയ നാച്ചുറൽ പോർട്ട് തന്നെയാണോ ഇന്ത്യയിൽ? അതെ അതെ അതെ, ഏറ്റവും ആഴത്തിലുള്ള നാച്ചുറൽ പോർട്ടാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന് പറയുന്നത്. അതെ, ഈ VTMS എന്ന് പറയുന്നത് നമ്മുടെ വെഹിക്കുലർ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റമാണ്, നമ്മുടെ വെസൽ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റമാണ്. അപ്പോൾ VTMS എന്ന് പറയുന്നത് നമ്മൾ ഭാരതത്തിൽ തന്നെ സൃഷ്ടിച്ച ഒരു സിസ്റ്റമാണത്. അത് ആദ്യമായിട്ടാണ് ഭാരതത്തിൽ ഇങ്ങനെ ഒരു വെസൽ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം വരുന്നത്. നമ്മുടെ എയർപോർട്ടിനൊക്കെ കാണുമ്പോൾ അതെ അതെ, അപ്പൊ നമ്മളെ എയർപോർട്ടിൽ ഇപ്പൊ എയർ ട്രാഫിക് കൺട്രോളർ എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കും. അപ്പൊ എയർ ട്രാഫിക് എയർ ട്രാഫിക് കൺട്രോളർ നമുക്ക് എയർപോർട്ടിൽ ഉള്ളതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ഒരു ഇത്രയും വലിയൊരു വീഡിയോ വാൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നാണ്, ഏത് കപ്പലാണ്, ഏത് സമയത്താണ് നമ്മുടെ കരക്ക് അടുക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു 3D മോഡലിംഗ് ആണ് അതിൽ ഇപ്പോൾ നിങ്ങൾ അവിടെ കാണുന്നത്. അപ്പൊ ഇതെല്ലാം തന്നെ നമുക്ക് കിട്ടുന്ന ഇൻപുട്സ് മുഖേന സാറ്റലൈറ്റ് ട്രാൻസ്മിഷൻ ആണോ? അതോ സാറ്റലൈറ്റ് ട്രാൻസ്മിഷൻ ആണ്. അപ്പൊ ഈ വെഹിക്കുലർ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യാനാണ് നമ്മുടെ ഇവിടുത്തെ കൺട്രോളേഴ്സ് എല്ലാവരും ഉള്ളത്. അപ്പൊ ഇത് പൂർണ്ണമായിട്ടും ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണെന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് 0 ആക്സിഡന്റ് സോൺ ആയിട്ട് നമ്മുടെ തുറമുഖത്തിന് അനുബന്ധമായിട്ടുള്ള ഈ ഏരിയ മാറ്റാനായിട്ട് അത് സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ IIT മദ്രാസുമായിട്ട് ചേർന്നിട്ടാണ് ഇതൊരു ഇന്റലിജന്റ് സൊല്യൂഷൻ സിസ്റ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.